ഇറാനും അമേരിക്കയുമായി സംഘർഷം നിലനിൽക്കെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയെ അമേരിക്ക ലക്ഷ്യം വെച്ചാൽ അത് യുദ്ധത്തിൽ അവസാനിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമൈനിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഖമൈനിക്കെതിരെയുള്ള ഏതൊരാക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്നാണ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണം അമേരിക്കയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇറാനിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും നടത്തുന്ന ഉപരോധങ്ങളാണ് എന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. വിലക്കയറ്റത്തിനെതിരെ സമാധാനപൂർവ്വം നടന്നിരുന്ന പ്രക്ഷോഭത്തെ ട്രംപ് ആളിക്കത്തിച്ചു എന്നാണ് ഇറാന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. നിലവിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഉൾപ്പെടെയുള്ളവർ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഇറാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയാലിന്റെ തകർച്ചയും നാണ്യപ്പെരുപ്പവും മൂലം ഇറാനിൽ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. പ്രതിഷേധം തണുപ്പിക്കാനായി രാജ്യത്തെ ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയും മറുഭാഗത്തുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രതിഷേധക്കാർക്ക് ഊർജം നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം അവിടുത്തെ പ്രതിഷേധത്തെയും പ്രക്ഷോഭത്തെയും ആളിക്കത്തിക്കാൻ ഇടയാക്കി. അതേസമയം ഇറാനിലെ ദേശീയ പ്രക്ഷോഭത്തിൽ മരണസംഖ്യ 3000 കടന്നതായിട്ടാണ് വലതുപക്ഷ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും പ്രക്ഷോഭക്കാർ ഉൾപ്പെടെ ഇറാനിൽ നിരവധി പേർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം അവിടെ നിന്നും വരുന്നു. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന HRNA ഗ്രൂപ്പാണ് ഇത് സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ 4 ദിവസമായി ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ പുറത്തും വിട്ടിട്ടില്ല. അതേസമയം നഗരത്തിൽ ഉടനീളം ഡ്രോണുകൾ പറക്കുന്നുണ്ട് എന്നും എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ 2 ദിവസങ്ങളായിട്ട് കാണുന്നില്ല എന്നും ഇറാനിലെ ചില സാധാരണക്കാർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. തെരുവുകൾ ശാന്തമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനം പൂർണ്ണമായും പിൻവലിച്ചില്ല എങ്കിലും നേരിയ തോതിലുള്ള മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇറാനിൽ എന്തായാലും പ്രക്ഷോഭത്തിന് അയവ് വന്നോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം വരുന്നില്ല. പക്ഷേ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാനിലെ പരമോന്നത നേതാവിനെ അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്ന് ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ഇറാൻ അതിൽ എന്ത് പ്രതികരണം നടത്തുമെന്നത് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കി കാണുന്ന കാര്യമാണ്.